നമ്മൾ ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വളരെ സുദീർഘമായ അധ്യായമാണല്ലോ. അതിൽ ഗലീലയിൽ ഈശോ അനുഭവിച്ച പ്രതിരോധങ്ങൾ അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 6-ാം അധ്യായം 63-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ജീവൻ നൽകുന്നത് ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളോ ആത്മാവും ജീവനുമാകുന്നു. ഇതാണ് ആ വാക്യം. വളരെ ചെറിയൊരു വാക്യമാണെങ്കിലും അനേകർക്ക് ഇടർച്ചയ്ക്ക് കാരണമായ ഒരു വാക്കാണിത്, വാചകമാണ്. ഈശോ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പലർക്കും ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വലിയ പ്രതിബന്ധമായി തീർന്ന വാക്കുകളാണിത്. എല്ലാ ജീവനും വരുന്നത് ഒരു ഉറവിടത്തിൽ നിന്നാണ്. നമുക്കറിയാം ഏതാണ് ആ ഉറവിടം. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്, ദൈവമാണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആത്മാവാണ് ജീവൻ നൽകുന്നത്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവര് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കതിലൊരു സംശയമില്ല, എല്ലാ ജീവന്റെയും ഉറവിടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഈ ഈശോയുടെ ആ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലായി ക്രമാനുഗതമായി ഈശോ അവസാനമായപ്പോഴേക്കും വളരെയധികമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ടല്ല, ഈശോ തൻ്റെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് എന്ന ആ മഹാസത്യത്തെ മനസ്സിലാക്കാനായിട്ട് പഠിപ്പിച്ചു വരികയായിരുന്നു, ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. ആരംഭത്തിൽ സൂചനകളായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് അവസാനമായപ്പോഴേക്കും വളരെ വ്യക്തമായ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വരികയും നിങ്ങളെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യും എന്ന് പറയുന്ന നിലയിലേക്കായി. അപ്പോൾ ആത്മാവിനെ കുറിച്ച് നൽകിയിട്ടുള്ള സൂചനകളാണ് നമ്മളിവിടെ കാണുന്നത്. നിക്കോദമസിനോട് പറഞ്ഞത്, സമറിയാക്കാരിയോട് പറഞ്ഞത്, കൂടാര തിരുനാളിന്റെ സമയത്ത് പറഞ്ഞൊക്കെ എക്സാമ്പിൾസ്. ഇപ്പൊ നമ്മളിവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്ന അവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് എന്ന ട്രിനിറ്റിയിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇപ്പൊ ജനങ്ങളോട് ഇങ്ങനെ സാവകാശത്തിൽ പറഞ്ഞു വന്ന അവസാനമാണ് വ്യക്തമായി പറഞ്ഞത് എങ്കിലും ശ്ലീഹന്മാർക്ക് കുറെ കൂടെ കൂടുതലായി ആത്മാവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാര് ഇവിടെ അവന്റെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പറയുന്ന ഒരു വലിയൊരു ജനസഞ്ചയത്തോട് പറയുന്നത് കൂടാതെ അവനോട് അടുത്ത് നിൽക്കുന്ന ശാരീരികമായിട്ട് മാത്രം അടുത്ത് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അവന്റെ ശിഷ്യഗണങ്ങളോട് 12 പേരെന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവന്റെ ശിഷ്യന്മാരെ ലോകമെങ്ങും പഠിക്കാനായിട്ട് അയച്ചു എന്ന് പറയുമ്പോൾ 72 പേരെ അയച്ചവരെയൊക്കെ ശിഷ്യന്മാർ തന്നെയാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങള് തന്നോട് അടുത്ത് നിൽക്കുന്ന ശിഷ്യന്മാർക്ക് കൂടുതലായിട്ട് നൽകുന്നുണ്ട്. അപ്പോ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടുത്ത വാക്കിലേക്ക് പോകണം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആരുടെ ശരീരം? അപ്പൊ ഇത് പറയുമ്പോൾ ഈശോയുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച്, അതായത് മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ ശരീരത്തെക്കുറിച്ചാണോ അവൻ പറയുന്നത്? 53-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഇൻ ട്രൂത്ത് I tell you, if you do not eat the flesh of the Son of Man and drink his blood, you have no life in him. അപ്പൊ ഏത് ശരീരമാണ് ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നത്? ആത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പോലും ഈ മഹോന്നതമായ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതമായ ഈ സൃഷ്ടിയായ മനുഷ്യന് പോലും മനുഷ്യ ശരീരത്തിലൂടെ രക്ഷ കരഗതമാക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ പിന്നെ ഏത്
ശരീരം, മാംസം എന്ന് പറയുമ്പോൾ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വേണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലഷ് ഓഫ് മാൻ, അതായത് മാൻകൈൻഡ് എന്ന നിലയ്ക്ക്, മനുഷ്യവർഗം എന്ന നിലയിൽ അതിന് തന്നെ രക്ഷ സംലഭ്യമാക്കുക സാധ്യമല്ല. യേശു ക്രിസ്തുവിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലൂടെ, അവന്റെ മഹത്വീകരിക്കപ്പെട്ട രക്തത്തിലൂടെ അവ രണ്ടും ഇന്ന് നമുക്ക് ഇവിടെ സമാഗതമാക്കി തരുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് ഇവിടെ നമുക്ക് എത്തിച്ചു തരുന്നത്. നമുക്കറിയാം, നമുക്ക് നിത്യജീവൻ സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പോ മാംസം, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യവർഗത്തെയാണ്. പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ നമുക്ക് സംലഭ്യമാക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണ്. Jesus is not referring to his own flesh. It must be considered it is not just his human Jewish flesh that gives us life. ഒരു യൂത സമുദായത്തിൽ ജനിച്ച ഒരു മനുഷ്യന്റെ പുണ്യം കൊണ്ട് എന്നുള്ള രീതിയിലാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ, തിരുരക്തം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരം ദിവ്യകാരുണ്യമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ആ മഹത്വീകരിക്കപ്പെട്ട, ഉദ്ധാനം ചെയ്ത ശരീരവും രക്തവും ആത്മാവും ദിവ്യത്വവും എല്ലാം കൂടി ചേർന്ന ആ പരിപൂർണനായ യേശു ക്രിസ്തുവിനെയാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അത് നമുക്കായിട്ട് സംലഭ്യമാക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിന്റെ ജീവന്റെ ഉറവിടം എന്ന് നമുക്ക് പറയാവുന്നത് ആത്മാവാണ്. എന്ന് മാത്രവുമല്ല, ഈ അറിവ് നമുക്ക് പൂർണ്ണമായിട്ടും സംലഭ്യമാക്കി തരാൻ സാധിക്കുന്നതും പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഈ മഹാത്ഭുതം നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ പാറേക്കളത്ത അയക്കപ്പെട്ടവൻ വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എനിക്കുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യത്തിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. സ്കോട്ട് ഹാന്റെ കാത്തലിക് സ്റ്റഡി ബൈബിൾ കമൻട്രിയിലെ, ഇഗ്നേഷ്യസ് കാത്തലിക് ബൈബിൾ സ്റ്റഡി കമൻട്രിയിലെ ഒരു 2-3 വാചകങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഈശോ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, എൻ്റെ ശരീരം സ്വീകരിക്കാത്തവൻ നശിച്ചു പോകും, തിന്നുക എന്ന് തന്നെയുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ അത് 3 ഇടർച്ചയ്ക്ക് കാരണമായ 3 പ്രധാന സംഭവങ്ങളാണത്. ആ ഓരോ സംഗതികൾ എന്താണെന്ന് പറയുന്നു. ഒന്ന്, ഈശോ ജനത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ജനത്തിന്റെ വിശപ്പടക്കുകയും അവർക്ക് ഒരു രാജ്യം സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ശക്തനായ രാജാവ്, റോമാക്കാരെ തോൽപ്പിക്കുന്ന രാജാവ് എന്നുള്ള അവരുടെ ആ സങ്കല്പം അവൻ തിരസ്കരിച്ചപ്പോ ഉണ്ടായ ഇടർച്ച. അതൊന്ന്. പിന്നെ യേശു ക്രിസ്തു എന്നുള്ളത് ഒരു വലിയൊരു മനുഷ്യനാണ് എന്നതിനപ്പുറം അവൻ ദൈവമാണ് എന്നുള്ള ആ മഹാസത്യം അംഗീകരിക്കാൻ സാധിക്കാത്ത ഇടർച്ച. ഏറ്റവും പ്രധാനമായിട്ട് ജീവൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്ന് അവന്റെ ആവശ്യപ്പെടൽ. ഇത് 3 ഡോക്ടർ സ്കോട്ട് ഹാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, ക്രിസ്തുവിനെ സംബന്ധിച്ച ഏറ്റവും വലിയ ഇടർച്ചകൾ. ഇനി 64-66. But there are some of you who do not believe. For Jesus knew from the outset who did not believe and who was to betray him. He went on, "This is why I told you that no one could come to me except by the gift of the Father." After this, many of his disciples went away and accompanied him no more. യേശുവിൻ്റെ
പരസ്യ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശാസന്ധിയാണിത് എന്ന് പറയാം. ഈശോയുടെ ഈ വാക്കുകൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് കേട്ട ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ നമ്മൾ ശിഷ്യന്മാരെ നമ്മൾ പറയുമ്പോൾ 12 പേരെ അല്ല ഉദ്ദേശിക്കുന്നത്. ആ നേരത്തെ ഞാൻ പറഞ്ഞ ലാർജർ ഗ്രൂപ്പ്, അവർക്ക് ശരിക്കും മനസ്സിലായി ഈശോ ഇത് ലിറ്ററലി ആണ്, സിംബോളിക്കലി അല്ല സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമായിരുന്നില്ല. എങ്ങനെയാ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക? അത് നിഷിദ്ധമാണല്ലോ എന്നുള്ള അത് അവർക്ക് സിംബോളിക്കലായിട്ടാണ് ഈശോ അത് പറയുന്നത് എന്ന് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അവിടെ. പക്ഷേ സിംബോളിക്കലായിട്ടല്ല പറയുന്നത്, അവിടെ പറയുന്നത് ലിറ്ററലി ആണ് പറയുന്നത് എന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവർ പോയത്. അപ്പൊ പ്രശ്നം എന്താ? അങ്ങനെ അവർ പോയത് അവരുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായി അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഈശോ അവരെ നിർത്തിയുമില്ല, പിടിച്ചു നിർത്തിയില്ല. നിങ്ങൾ പോകല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞില്ല. ഈശോ സിംബോളിക്കലി ആയിരുന്നു പറയുന്നത് എങ്കിൽ, അവൻ അവരെ തടഞ്ഞു നിർത്തിയിരുന്നില്ല എങ്കിൽ അതൊരു അബദ്ധമായി പോയേനെ, ഒരു തെറ്റായി പോയേനെ, തിന്മയായി ഈശോ അങ്ങനെ ഒരു തിന്മ ചെയ്യുവോ? അവരെന്തുകൊണ്ടാണ് അവനെ വിട്ടുപോയത്? അല്ലെങ്കിൽ അവനെ വിട്ടുപോകാൻ അവനെ അനുവദിച്ചത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഹി വാസ് നോട്ട് സ്പീക്കിംഗ് സിംബോളിക്കലി ബട്ട് ലിറ്ററലി. അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് ഈശോ സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവര് ഇടർച്ചയുണ്ടായി, ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുകയല്ലോ എന്ന് പറഞ്ഞ് പോയപ്പം അതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഈശോ പറയാതിരുന്നത്. കാരണം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തുമാത്രവുമല്ല, ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോ ഇവനത് സിംബോളിക്കലായിട്ടെങ്ങാനും ആണ് പറയുന്നത് എന്ന് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, then he said to the 12, what about you? Do you want to go away too? Simon Peter answered, Lord, to whom shall we go? You have the message of eternal life, and we believe. We have come to know that you are the Holy One of God. Jesus replied to them, Did I not choose you, the 12 of you? Did I not choose the 12 of you? Yet one of you is a devil. He meant Judas, son of Simon Iscariot, since this was the man, one of the 12, who was to betray him. ഇപ്പൊ 2 ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഒന്ന്, നിങ്ങൾ പോകുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ, അതായത് ഞാൻ സിംബോളിക്കലായിട്ടൊന്നും അല്ല പറഞ്ഞത്, ലിറ്ററലി തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശിമിയോൻ പറഞ്ഞ ഒരു കാര്യം, എങ്ങോട്ടാ കർത്താവേ ഞങ്ങൾ പോവുക? ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല അക്സെപ്റ്റ് ചെയ്യാനും വിഷമമുണ്ട്. പക്ഷെ എങ്ങോട്ടാ പോവുക? ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്തുകൊണ്ടാണ് വേറെ എങ്ങോട്ടും പോകാനില്ലാത്തത്? ജീവന്റെ വാക്കുകളാണ് നിന്നിലുള്ളത്, നിത്യജീവനാണ് നിന്നിലുള്ളത്. ഇത് മാത്രവുമല്ല, വി നോ ദാറ്റ് യു ആർ ദ ഹോളി വൺ ഓഫ് ഗോഡ്. ഈ ഹോളി വൺ ഓഫ് ഗോഡ് എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമാണ്. ദ ഹോളി വൺ എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണെങ്കിലും, പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറയാനായിട്ട്, പഴയ നിയമത്തിൽ യഹൂദർക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവത്തെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന സംജ്ഞയാണ് ഹോളി വൺ. പുതിയ നിയമത്തിലോ മിശിഹ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ പത്രോസ് ഒരു മഹാസത്യം വിളിച്ചു പറയുക. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ, എങ്ങനെയാണ് പത്രോസ് പറയാൻ ഇടയായെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും യേശുക്രിസ്തു ആരെ എന്നുള്ള ആ മഹാസത്യം പറയുക. ഇനി അത് കൂടാതെ അടുത്ത ഭാഗം പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുന്നത്. ടു ഹൂം ഷാൽ വി ഗോ? ഇത് മിഷാൽ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പാഠമാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സഭയിലുണ്ടാകുന്ന പല ഇടർച്ചകൾ കാണുമ്പോൾ, വൈദികരുടെയും മറ്റാൾക്കാരുടെയും ഒക്കെ വളരെ നിരാശാകരമായ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇതിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്ന്. നമുക്കൊക്കെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ പോകാത്തത് എന്താ? പോകാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രം. ഇതിന്റെ പകുതി നന്മയുള്ള സ്ഥലത്ത്, ഇതിന്റെ പകുതി നന്മയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പാട്ടും പാടി പോകുമായിരുന്നു. പക്ഷെ താരതമ്യം ചെയ്യാൻ മറ്റൊന്നില്ലാത്തത് കൊണ്ട് വേർ വുഡ് വി ഗോ? എങ്ങോട്ടാ നമുക്ക് പോകാൻ പറ്റുക? വേറെ മാർഗമില്ലാത്തതുകൊണ്ട്, അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ പറയാലോ, വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. വേറെ ഒരു മാർഗവുമില്ല എന്ന് പറയുന്നത് ലിറ്ററലി രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പല തോന്നിവാസങ്ങളും കണ്ടിട്ടും പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ. കാരണം
സഭ എന്നത് ഈശോയുടെ ശരീരമാണ്. ഈ സഭയുള്ളത് കൊണ്ടാണ് ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഒരിക്കലും നാട്ടിൽ വെച്ച് ഒരു എന്തിന് ഈ സഭയിൽ നിൽക്കണം എന്നിങ്ങനെ വളരെ വേദനയോടെ ചോദിച്ച സമയത്ത് പറഞ്ഞ ഒറ്റ മറുപടി ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഉദാശകൾ നമുക്ക് നൽകാൻ വേറെ ആർക്ക് സാധിക്കും? അവർ ഒറ്റ കാരണം കൊണ്ട്, മറ്റൊരു കാരണവും യഥാർത്ഥത്തിൽ ഇല്ല. ഇതുകൊണ്ട് മാത്രം. ഇനി ഒരു അവസാനത്തെ ആ ചോദ്യം എത്ര പോയിന്റ് ആണെന്ന് നോക്കിയേ. ഇഫ് യു ഹാഡ് നോൺ ജൂഡസ്, would you have walked away from Christ? ഇതാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് എന്താണ് ഫാദർ അന്ത്രാളിയെ, ഫാദർ മത്രോളിയെ ഒക്കെ അറിയാം. പക്ഷേ യൂദാസിനെ അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ വിട്ടുപോകാതിരുന്ന ആൾക്കാരാണ് സഭയുണ്ടാക്കിയത്. യൂദാസ് 12 പേരിൽ ഒരുവനാണെന്ന് അറിഞ്ഞിട്ടും. ഇതൊരു പ്രതിസന്ധിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഒത്തിരി യൂദാസുമാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് യൂദാസ് വഞ്ചിക്കും എന്നുള്ളതിന്റെ സൂചന കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് ഈ പാസേജുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാൻ കാരണം? അതിനൊരു കാരണം ആയിട്ട് തോന്നുന്നത്, ഈ ഈശോയെ വിട്ടുപോയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അതേ മനസ്ഥിതിയിലായിരുന്നിരിക്കും യൂദാസും ഒരുപക്ഷെ ആയിരുന്നത്. അവനും വിശ്വസിച്ചിട്ടുണ്ടാവുകയില്ല ഈ ഈശോയുടെ ആ ദൈവികതയിൽ. പക്ഷേ മറ്റുള്ളവർക്ക് ചുരുങ്ങിയ പക്ഷം ആത്മാർത്ഥതയെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഒരാളിൽ ഞങ്ങൾ ആ പ്രസ്ഥാനത്തോട് ആളിനോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയില്ല എന്നുള്ളൊരു ഇന്റഗ്രിറ്റി എങ്കിലും ഉണ്ടായിരുന്നു. ഇവൻ അതുപോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും യൂദാസ് പോകാതിരുന്നത് എന്നാ പറയുന്നത്. പിന്നെ ഒരിക്കൽ കൂടെ പറയുകയാണ്, എല്ലായ്പ്പോഴും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. 12-ൽ 1 അങ്ങനെയായിരുന്നുവെങ്കിൽ 3 ലക്ഷം 5 ലക്ഷം ഒക്കെ ആകുമ്പോൾ അതിനകത്ത് എണ്ണം ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറെ എങ്ങോട്ട് പോകും? അതുകൊണ്ട് പിന്നെ യൂദാസിനെ കുറിച്ച് വിശ്രന്തം പറയുന്ന വാക്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. അപ്പോ യൂദാസ് ഈ കർത്താവിനെ വഞ്ചിക്കാൻ വേണ്ടിയിരുന്നവനാണ്, വഞ്ചിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആ സംഗതികൾ, പഴയ നിയമത്തിൽ നിന്നുള്ള റെഫറൻസുകൾ, അതിനെ പല സുവിശേഷന്മാരും എടുത്തു പറയുന്നത്, പത്രോസ്ലീഹ എടുത്തു പറയുന്നു, അതൊക്കെയാണ് പിന്നീട് പറയുന്നത്. ഇവിടെ ഒരു ലിറ്ററൽ യൂസിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഈ റെഫറൻസുകളൊന്നും ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ് എല്ലാ റെഫറൻസുകളും. യൂദാസ് ഈശോയെ വഞ്ചിക്കാനിരിക്കുന്നതിനെ കുറിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചുമുള്ള റെഫറൻസുകളാണല്ലോ അതൊക്കെ. ഈ യൂദാസ് ഈശോയെ വഞ്ചിക്കും എന്നുള്ള ആ വാചകം പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്, അതിലൊരു വാക്യം നമുക്ക് എടുത്തു നോക്കാം. ഈവൻ മൈ ട്രസ്റ്റഡ് ഫ്രണ്ട് ഓൺ ഹൂം ഐ റിലൈഡ്, ഹു ഷെയർഡ് മൈ ടേബിൾ, ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് മീ. ഇതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഉപയോഗം, ആ വാക്കുകൾ പറഞ്ഞാൽ ലിറ്ററലി അതിങ്ങനെയാണ്, ലിഫ്റ്റ്സ് ഹിസ് ഹീൽ അഗെയിൻസ്റ്റ് മീ എന്നാണ്. ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് മീ എന്നുള്ളത് ലിഫ്റ്റ്സ് ഹിസ് ഹീൽ അഗെയിൻസ്റ്റ് മീ എന്നാണ്. അപ്പൊ ഈ ലിഫ്റ്റ്സ് ഹിസ് ഹീൽ അഗെയിൻസ്റ്റ് മീ എന്നുള്ളത് നമുക്കറിയാം ആദി പാപത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണേണ്ട സംഗതിയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് ആദി പാപത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ലിഫ്റ്റ്സ് ഹിസ് ഹീൽ അഗെയിൻസ്റ്റ് മീ എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും കറക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലിഫ്റ്റ്സ് ഹിസ് ഹീൽ, അതെന്താ? അത് പിശാചിനെ ശപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ മത്തായിയുടെ യൂദാസിന്റെ ബിട്രയലിനെ കുറിച്ച് പറയുമ്പോൾ ജെറമയ്യായുടെ പ്രവചനം. അപ്പൊ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ പ്രവചനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനകത്തേക്കൊന്നും പോകുന്നില്ല. But during the Last Supper, Jesus will use the same Semitism, takes advantage of me. ഇതേ വാക്കുകളാണ് ഈശോ അന്ത്യത്താഴ സമയത്ത് ഉപയോഗിക്കുക. അത് ലിറ്ററൽ ഗ്രീക്കിൽ എഴുതിയാൽ ലിഫ്റ്റ്സ് ഹിസ് ഹീൽ അഗെയിൻസ്റ്റ് മീ എന്നാണ്. മീനിങ് ഡൂയിങ് വയലൻസ് ടു മീ. അപ്പൊ ഇതിന്റെ ആ ആദിപാപത്തിന്റെ ആയിട്ടുള്ള കണക്ഷനും ആദിപാപത്തിന്റെ
പാപങ്ങളുടെ മോചനവുമായിട്ടുള്ള കണക്ഷനും ഒക്കെ നമുക്കിവിടെ വായിക്കാം. ഒത്തിരി സംഗതികളുണ്ട്, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രം നമുക്കറിയാമല്ലോ. ഇനി ഈ യൂദാസ് ഈശോയെ വഞ്ചിക്കാൻ നമ്മളൊക്കെ പഠിക്കുന്ന സംഗതികളാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതും സംഗതി കേട്ടിട്ടുള്ള സംഗതികളൊക്കെ ആണല്ലോ. യൂദാസ് ഈശോയുടെ രാജ്യം വേഗം വരാൻ വേണ്ടി അവനെ വേഗം നെറ്റിക്കൊടുത്ത് അത്രയും നേരത്തെ വരുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയും. പക്ഷെ സ്ക്രിപ്ചറലായിട്ട് അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. സ്ക്രിപ്ചറലായിട്ട് അവൻ വഞ്ചകനായിരുന്നു, വഞ്ചിക്കാനിരുന്നവൻ തന്നെയാണ്. അവൻ ആ വഞ്ചനയുടെ പ്രലോഭനത്തെ തടഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈശോ തന്നെയും വഞ്ചകൻ, ചതിയൻ എന്ന് വിളിക്കുന്നു. ഇപ്പോ ലൂക്കായുടെ സുവിശേഷം പറയുന്നു 47-48, ജൂഡസ്, ആർ യു ബിട്രേയിങ് ദ സൺ ഓഫ് മാൻ വിത്ത് എ കിസ്. ഇപ്പോൾ വഞ്ചകൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ നമുക്ക് വേറെയും ഉദാഹരണങ്ങൾ കാണുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട സംഗതി ഇതാണ്, വഞ്ചിച്ചു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമ്മൾ വളരെ വിശദമായിട്ട് പലപ്പോഴും പഠിച്ചിട്ടുള്ള സംഗതിയാണിത്. എന്താണ് പ്രശ്നം ഇവിടെ? യൂദാസും പത്രോസും ഒരുപോലെ വഞ്ചിച്ചു. പത്രോസിന് മാനസാന്തരപ്പെടുന്നതിനും കുമ്പസാരിക്കുന്നതിനും ഈശോയിൽ വന്നു ചേരുന്നതിനും സാധിച്ചു. യൂദാസിന് മാനസാന്തരപ്പെടുന്നതിനും കുമ്പസാരിക്കുന്നതിനും സാധിച്ചില്ല. അപ്പൊ ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഏക വ്യത്യാസം. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. CCC മറ്റൊരു വിധത്തിൽ ഇതേ കാര്യം തന്നെ പറയുകയാണ്. പഴയ നിയമത്തിന്, പഴയ ഉടമ്പടിക്ക് പാപമോചനത്തിന് വേണ്ടി മനുഷ്യനെ ഉദ്ബുദ്ധരാക്കാനും പഠിപ്പിക്കാനും ഒരുക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ പഴയ നിയമം അപൂർണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ്? അതിന് നിത്യരക്ഷ സംലഭ്യമാക്കുക സാധ്യമായിരുന്നില്ല പഴയ നിയമത്തിന്. എന്നാൽ അതേസമയം ഈശോയോ, പുതിയ മോശയായ ഈശോ, ഈ ശരീരത്തിന് മാത്രം ജീവൻ നൽകുന്ന മന്നയുടെ അത്ഭുതത്തിന് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നിത്യമായ ജീവൻ നൽകുന്ന അപ്പം നൽകി. ആ അപ്പം ഏതാ നമ്മൾ പ്രത്യേകിച്ച് നീ എടുത്തു പറയേണ്ട കാര്യമില്ല, തന്നെ ആത്മാവിനും ശരീരത്തിനും നിത്യജീവൻ നൽകുന്ന താൻ തന്നെയാകുന്ന അപ്പം നൽകി. അപ്പൊ പഴയ നിയമം ഒരുക്കിക്കൊണ്ട് വന്നത് വെളിപ്പെടുത്തുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്ന പുതിയ നിയമത്തിലെ പുതിയ മന്നയായ ദിവ്യകാരുണ്യം. പഴയ നിയമത്തിലെ അപൂർണതകളെ മുഴുവൻ അത് പൂർണ്ണമാക്കി പൂർത്തീകരിച്ചു. ഇത് വലിയ ഒരു സത്യം നമ്മൾ ഒന്ന് ജക്സ്റ്റാപ്പോസ് ചെയ്ത് നേരെ തിരിഞ്ഞ് ഒന്ന് കാണാൻ പോവുകയപ്പോഴേ, ദിവ്യകാരുണ്യം നമ്മളെ പാപത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നു. അത് നമുക്കറിയാം എങ്ങനെയാണ് എന്ന്. ഈ നമ്മൾ സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യം, ഈശോയുടെ ശരീരം, അത് നമുക്ക് വേണ്ടി നൽകപ്പെട്ടു എന്നതിനേക്കാൾ നമുക്ക് വേണ്ടി വിട്ടുതരപ്പെട്ടതാണ്. അങ്ങനെ വേണം പറയാൻ. ഈ റാൻസം എന്നൊക്കെയുള്ള ആ സ്റ്റൈലിൽ നമുക്ക് വേണ്ടി വിട്ടു നൽകപ്പെട്ടതാണ്. നാം പാനം ചെയ്യുന്ന തിരുരക്തം അനേകരുടെ പാപപരിഹാരത്തിനായിട്ട് ചിന്തപ്പെട്ടതാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ ജക്സ്റ്റാപ്പോസ് ചെയ്ത് കാണുക എന്ന് പറയുന്നത്. ഈ കാരണത്താൽ നമ്മെ യേശുക്രിസ്തു, ദിവ്യകാരുണ്യം നമ്മെ യേശുക്രിസ്തുവുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്നും ഒഴിവാക്കാനാവാത്ത മറ്റൊരു വശമാണ് അതിൻ്റെ എന്ത്? നമ്മുടെ പാപങ്ങളുടെ മോചനം, പഴയ പാപങ്ങളുടെ മോചനവും ഭാവിയിൽ നടക്കാനിടയുള്ള പാപങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. നേരെ തിരിച്ചു പറയുന്നത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പാപമോചനമൊക്കെ സ്വീകരിച്ചതിന് ശേഷം ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ നാം യേശുക്രിസ്തുവിനോട് ഒന്നുചേരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ ജക്സ്റ്റാപ്പോസ് ചെയ്യുകയാണ് ഇവിടെ. ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിനോട് ഒന്നിച്ചേർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അനിവാര്യമായ മറുവശമാണ് പാപങ്ങളുടെ മോചനവും പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും എന്ന് പറയുന്നത്. മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. ദിവ്യകുർബാനയിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണം ഉദ്ഘോഷിക്കുന്നുണ്ട് എങ്കിൽ അതേ സമയം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് പാപങ്ങളുടെ മോചനം ഏറ്റുപറയുകയാണ് ചെയ്യുക. അംബ്രോസ് പറയുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത്
ബിഷപ്പ് ഷീൻ്റെ ഒരു മനോഹരമായ ഒരു പ്രസംഗമാണ് ശരിക്കും ഇനിയുള്ളത്, അതിൻ്റെ ഒരു ഭാഗം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കാൻ വളരെ നല്ല. ഒന്നാമത് ഷീൻ്റെ ആ ശബ്ദം, അതിന് അദ്ദേഹം കൊടുക്കുന്ന ആ സ്ട്രെസ്, സാധാരണ ആൾക്കാർ സ്ട്രെസ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത്, ആ പ്രസംഗ കലയിൽ ഒരുപക്ഷെ ആധുനിക കാലത്ത് ബിഷപ്പ് ഷീനെ പോലെ തിളങ്ങിയിട്ടുള്ള ഒരാളുണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കേട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, അതായത് ഈശോയുടെ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് തോന്നും അത് പ്രപഞ്ച നിയമങ്ങൾക്ക്, പ്രകൃതി നിയമങ്ങൾക്കെതിരാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അത് പ്രകൃതി നിയമങ്ങൾ മകുടം ചാർത്തിയതാണ്, അതിന്റെ പരിപൂർണതയാണ്. പ്രകൃതി നിയമങ്ങൾ പൂർണ്ണമായതാണത്. അപ്പൊ ഇനി അദ്ദേഹം ഒരു കുറേ എക്സാമ്പിളുകൾ ഇങ്ങനെ പറയാണ്, വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ കെമിക്കൽ, അതായത് ജീവഹേതുവായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയുണ്ടല്ലോ, അതിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പ്ലാന്റിനോട്, ഒരു ചെടിയോട് പറയുമായിരുന്നു, അൺലെസ് യു ഈറ്റ് മീ യു ഷാൽ നോട്ട് ഹാവ് ലൈഫ് ഇൻ യു. എന്റെ പോഷണം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അത് ഒരു ചെടിയോട് പറയുന്നു. ചെടിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ അത് അതിനെ തിന്നുന്ന ആനിമൽസിനോട്, മൃഗങ്ങളോട് പറയും, എന്നെ ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുകയില്ല. മൃഗങ്ങൾക്കും ചെടികൾക്കും ജീവശ്വാസത്തിനുമൊക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവ മനുഷ്യനോട് പറയുമായിരുന്നു, നീ ഞങ്ങളെ ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ഈ ലോജിക്ക് ഇത് നമ്മൾ നോക്കുമ്പോൾ താഴെ നിന്ന് മേലേക്ക് സൃഷ്ടിയുടെ പൂർണ്ണതകളിലേക്ക്, ഉന്നതികളിലേക്ക് കടന്നു വരികയാണല്ലോ. പക്ഷെ ഇതേ ലോജിക്ക് ഉപയോഗിച്ച്, പക്ഷേ നേരെ തിരിച്ച്, ഉന്നതിയിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മേലേക്കല്ല, ഉന്നതിയിൽ നിന്ന് താഴേക്ക് ഈശോ പറയുകയാണ്. യഥാർത്ഥത്തില് ആത്മാവിനോട് പറയുകയാണ്, except you eat the flesh of the Son of Man and drink his blood, you shall not have life in you. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനുകയും ചെയ്യുന്നില്ല എങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുകയില്ല. ഈ മന്ന എന്നുള്ളത് സൂപ്പർ നാച്ചുറൽ എൻഡ് ആയിട്ട് കണ്ടുകൊണ്ട് God gave the means to that end, and among these means the one we hear singled out is the communion of himself in the Eucharist. അപ്പൊ ഇങ്ങനെ എന്താണ് ജീവൻ നൽകാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നവയിൽ നിന്നും ഏറ്റവും ഉന്നതമായിട്ട് എടുത്തു നിൽക്കുന്നത് എന്താണ്? തന്നെ ഭക്ഷണമായിട്ട് നൽകിയിരിക്കുന്നത് ദിവ്യകാരുണ്യം. ഈ ലോ ഓഫ് ട്രാൻസ്ഫർമേഷൻ, ഈ പരിവർത്തനത്തിന്റെ ആ നിത്യനിയമം, അതിങ്ങനെ തുടർച്ചയായിട്ട് നിത്യനിയമമാണ്. അതിങ്ങനെ പ്രകൃതിയിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അധമമായത് ഉന്നതമായതിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. ചെടി തന്നെ ട്രാൻസ്ഫോം ചെയ്ത് മൃഗമായിട്ട് തീരുന്നത് പോലെ, മൃഗജീവനാകുന്നത് പോലെ, അതുപോലെ മൃഗത്തിൻ്റെയും ചെടിയുടെയും ചൈതന്യം മനുഷ്യനിലേക്ക് വരുന്നത് പോലെ. But man is transformed by grace and love into Christ when he takes Christ into his soul as food. For it is the quality of love that transforms itself into the object loved. സ്നേഹിക്കപ്പെടുന്നത് തന്നെയായി തീരുക എന്നുള്ള ആ സ്നേഹത്തിന്റെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ എബിലിറ്റി, അതിനെ ഓർത്തുകൊണ്ട് മനുഷ്യൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ തന്നെ ഭാഗമായി തീരുന്നു. The holy sacrifice of the Mass, the bread and the wine are changed into the body and blood of Christ. The word transubstantiation എന്ന് പറഞ്ഞാൽ എന്താ? Transubstantiation means that the substance of the bread becomes the substance of the body and the substance of the wine becomes the substance of the blood. ഇത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത വാക്യം,
but the outward appearances, taste, color, weight, shape, in a word, all of the sensible appearances still remain. ഒരു മാറ്റവും വരാതിരിക്കെ തന്നെ ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്ന ആ മഹാസംഭവം, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. ഫുൾട്ടൻ ജഷീൻ പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ പ്രസംഗം ശരിക്കും ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വായിക്കണം. അപ്പോൾ ഇതാണ് 6-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ചോ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യാം.